ഗുഡ് ഈവനിങ്. നിങ്ങൾ ഓരോ ദിവസവും എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക. അല്ലെങ്കിൽ പിറ്റേ ദിവസം നേരം എടുക്കുമ്പം രണ്ടാവർത്തി എന്ത് ചെയ്യുക, വായിക്കുക. ശാസനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഓക്കെ. അപ്പോൾ ശാസനങ്ങളിൽ നിന്ന് ഹെഡിങ് കൊടുക്കുക. നമുക്ക് ശാസനങ്ങളിൽ ഏറ്റവും പ്രാചീനമായിട്ട് വരുന്ന ശാസനം എന്ന് പറഞ്ഞാൽ വാഴപ്പള്ളി ശാസനമാണ്. അപ്പം സാധാരണഗതിയിൽ ശാസനങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ശാസനങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലഘട്ടത്തിന് മുൻപ് ചില കൈമാറ്റങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ചില നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ, ചില ഭൂമി നൽകുമ്പോൾ, അവകാശങ്ങൾ നൽകുമ്പോൾ അതൊക്കെ എഴുതി വെച്ചിരുന്നത് താളിയോലകളിലായിരുന്നു. അപ്പോൾ ഈ താളിയോല പലയിടത്തു നിന്ന് കണ്ടുകിട്ടുന്നുണ്ട്. താളിയോലകൾ പൊടിഞ്ഞു തുടങ്ങിയതായിട്ടുള്ള താളിയോലകളായിരിക്കാം, അങ്ങനെയുള്ള കണ്ടുകിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മലയക്കോട്ടെ വാലിബൻ കണ്ടോ സിനിമ? മലയക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞൊരു സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടവർക്കറിയാം. അത് കണ്ടവർ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഫലകം കാണിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? ഇത്ര പേരെ ജയിച്ചു, ഇത്ര പേരെ അവിടെ ഒരു മല്ലനെ കുറിച്ച് എഴുതിയേക്കുന്നൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ അതാണ് ശാസനം എന്ന് പറയുന്നത് കേട്ടോ. അന്നത്തെ കാലത്ത് എഴുതി വയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ കുറവായതുകൊണ്ട് അവർ കല്ലേൽ എഴുതി വയ്ക്കും. അപ്പോൾ അത് ശിലാശാസനങ്ങൾ എന്നുള്ള ഭാഗത്ത് വരും, അല്ലാതെ താളിയോലകളിലും എഴുതി വയ്ക്കും. അപ്പോൾ ഈ ശാസനങ്ങളെക്കുറിച്ച് വരുന്ന ആദ്യം തന്നെ ശാസനങ്ങളെക്കുറിച്ച് പഠിച്ചവർ ആരൊക്കെ എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അതായത് UGC നെറ്റിൻ്റെ ഒരു ചോദ്യമായിട്ട് ശാസനങ്ങൾ പഠിച്ചവർ ആരൊക്കെയെന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്ഷനിലുള്ളവരെ മൊത്തം ഞാൻ പറയും. അപ്പോൾ സൈഡിൽ എന്ത് ചെയ്യണം, ഇല്ലാത്തവരെയും കൂടി എഴുതി വെക്കണം. കാരണം നിങ്ങൾക്ക് ആരൊക്കെ പഠിച്ചു ആരൊക്കെ പഠിച്ചില്ല എന്ന് അറിയത്തുണ്ടാവില്ല. പഠിച്ചവർ ഇളംകുളം കുഞ്ഞൻപിള്ള, AC ശേഖർ, ഇളംകുളം കുഞ്ഞൻപിള്ള, AC ശേഖർ, MGS നാരായണൻ, CL ആൻ്റണിയുടെ ഭാഷാഗദ്യം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗത്താണ് CL ആൻ്റണി ശാസനങ്ങളെ വെച്ചിട്ട് നീചരാജ ഭാഷയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ആധുനിക സാഹിത്യചരിത്ര പ്രസ്ഥാനങ്ങളിലൂടെ ഗദ്യത്തിൻ്റെ ഭാഗം, അതായത് നമ്മളുടെ ആദ്യത്തെ വോല്യത്തിനകത്ത് ഗദ്യത്തെക്കുറിച്ചൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് CL ആൻ്റണിയാണ്. ആധുനിക സാഹിത്യചരിത്ര പ്രസ്ഥാനങ്ങളിലൂടെ, അതുപോലെ സാഹിത്യചരിത്ര പ്രസ്ഥാനങ്ങളിലൂടെ ആദ്യത്തെ ഭാഗം. ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ആരൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങൾ പഠിച്ചതെന്നും കൂടെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതും കൂടി നിങ്ങൾ പഠിച്ചു പോണേ. ശാസനങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് പഠിച്ച് 4 പേരുടെ പേര് ഞാൻ പറഞ്ഞു. പഠിച്ചവരല്ലാതെ നമ്മുടെ ഓപ്ഷനിൽ കാണുന്ന പേര് എന്ന് പറഞ്ഞാൽ പുതുശ്ശേരി രാമചന്ദ്രൻ്റെ പേരുണ്ടാവും. പുതുശ്ശേരി ഒരു സൈഡിലോട്ട് എഴുതി വയ്ക്കുക, തെറ്റെന്ന് എഴുതി വയ്ക്കുക. ഇല്ലാത്തവർ എന്നുള്ളത് ഇപ്പോൾ 3 പേരുടെ ഗണമായിരിക്കും തരുന്നത്. അപ്പോൾ ഇല്ലാത്തവർ വരുന്ന പുതുശ്ശേരി രാമചന്ദ്രനുണ്ടാവും. കെ രത്നമ്മ. അതുപോലെ LV രാമസ്വാമി അയ്യർ. EMS ഉണ്ടാവും, EMS നമ്പൂതിരിപ്പാട്. EMS ഗോദവർമ്മ, K ഗോദവർമ്മ നമ്മൾ ഗവേഷണ ചരിത്രത്തിൽ ഒന്നാമതായിട്ട് പഠിക്കുന്ന പേരാണ്. AC ശേഖർ ശാസനങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത് എവല്യൂഷൻ ഓഫ് മലയാളമാണ് കേട്ടോ. മോർഫോളജി അല്ല, എവല്യൂഷൻ ഓഫ് മലയാളത്തിലാണ് AC ശേഖർ. എവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി LVRൻ്റേതാണ്. എവല്യൂഷൻ ഓഫ് മലയാളം എന്നുള്ള പുസ്തകം AC ശേഖറിൻ്റേതാണ്. കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങളിലാണ് ഇളംകുളം കുഞ്ഞൻപിള്ള പഠിച്ചിരിക്കുന്നത്. പിന്നെ MGSൻ്റെ എന്ന് പറഞ്ഞാൽ MGS രേഖകളെക്കുറിച്ചും ശാസനങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. സാമൂതിരി രേഖകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ ശാസനത്തെക്കുറിച്ച് പഠിച്ചിട്ട് പാലിയം ശാസനത്തെ വിക്രമാദിത്യ വരഗുണനെ കേരളത്തിൻ്റെ അശോകൻ എന്ന് വിളിച്ചത് MGS ആണ്. അതുപോലെ തന്നെ പാലിയം ശാസനത്തിൻ്റെ വർഷം പറഞ്ഞത് MGS ആണ്. അതിന് നോട്ടിനകത്ത് ഞാൻ പറഞ്ഞുതരാം. MGS ആണ് അന്ന് 898 വർഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ശാസന ഭാഷയെക്കുറിച്ച് നമ്മൾ ലിസ്റ്റ് എഴുതുന്നതിന് മുമ്പ് ശാസന ഭാഷയെക്കുറിച്ച് പറയാം. ശാസന ഭാഷ തമിഴാണെന്ന് പറഞ്ഞത് ഗുണ്ടർട്ടും വില്യം ലോഗനുമാണ്. വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ എന്ന് പറഞ്ഞ പുസ്തകം, മലബാർ മാനുവൽ മലയാളി ആദ്യമായിട്ടൊരു മലയാളത്തിൽ എഴുതിയിരിക്കുന്നൊരു ഗ്രന്ഥം എന്നുള്ള
സാഹിത്യചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വരുന്നതാണ്. സാഹിത്യചരിത്രമല്ല, ചരിത്ര ഗ്രന്ഥത്തിൽ വരുന്നതാണ് മലബാർ മാനുവൽ എന്നുള്ളത്. അപ്പം അതിനകത്താണ് വില്യം ലോഗൻ വരുന്നത്. തമിഴെന്ന് ഗുണ്ടർട്ടും പറയുന്നു. ഗുണ്ടർട്ടിൻ്റെ രേഖകളിൽ തമിഴെന്ന് ഗുണ്ടർട്ട് പറയുന്നു. ഒരു സെൻറ്റൻസ് എഴുതി വയ്ക്കുക. 10ാം ശതകത്തിന് മുൻപ് തന്നെ ഉരുത്തിരിഞ്ഞു തുടങ്ങിയ ദേശഭാഷാ ഘടകങ്ങളുടെ സ്വാധീനത മൂലം തമിഴിൽ നിന്ന് പരിവർത്തന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയിലാണ് ശാസനങ്ങൾ എഴുതപ്പെട്ടു തുടങ്ങിയത് എന്ന് പറഞ്ഞത് AC ശേഖറാണ്. ഇവല്യൂഷൻ ഓഫ് മലയാളത്തിൽ AC ശേഖർ. ഓക്കെ. ശാസനങ്ങളിലെ തമിഴ് ചെന്തമിഴാണെന്ന് പറഞ്ഞത് ഇളംകുളമാണ്. ശാസനങ്ങളിലെ തമിഴ് ചെന്തമിഴെന്ന് പറഞ്ഞത് ഇളംകുളം. ശാസ്ത്രങ്ങളിലെ തമിഴ് കരിന്തമിഴായിട്ട് പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ കരിന്തമിഴാണെന്ന് പറയുന്നത് AR ആണ്. നമുക്ക് കരിന്തമിഴ് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കേട്ട ഉടനെ നമ്മൾ ഓർക്കേണ്ടത് ആരെയാണ്? ARനെയാണ്. ഓക്കെ. കരിന്തമിഴ് AR. ശാസനങ്ങളിലെ ഭാഷ നീചഭാഷയാണെന്ന് പറഞ്ഞത് CL ആൻ്റണി. ശാസനങ്ങളിലെ ഭാഷ നീചഭാഷയാണെന്ന് പറഞ്ഞത് CL ആൻ്റണി. ഓക്കെ. അപ്പോൾ ശാസനങ്ങൾ നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഒരു കോഡ് വെച്ച് പഠിക്കുകയാണെങ്കിൽ വാദഹബ ത എന്ന് പറഞ്ഞാൽ തത്ത എന്നെഴുതുന്ന താഴെ കേട്ടോ. വാദ തെരസാപ്പള്ളി. ത ഹബ അജോ മാജു. ആ ചോക്കൂർ ശാസനം. അജോ മാജു. വാദഹബ അജോ മാജു. ജൂതശാസനമാണ് അവസാനം വരുന്നത്. കാലക്രമത്തിൽ ചോദിക്കുന്ന ശാസനങ്ങളിൽ ഈ ഒരു കോഡ് വെച്ചിട്ടുള്ള ശാസനങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ വരുന്നു എന്നുള്ള ലിസ്റ്റ് ഞാൻ ആദ്യം പറയും. ഈ ഒരു കോഡ് വെച്ചിട്ടുള്ള ശാസനങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ വാദഹബ അജോമാജു വെച്ചിട്ട് എഴുതുക. അതിൻ്റെ ഇടയിൽ ചിലപ്പം വേറെ ചില ശാസനങ്ങൾ കയറി വരുന്നുണ്ട് ഈ റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടാണ് ഞാൻ നോട്ട് പറയുന്നത്. അത് നിങ്ങൾ എവിടെ വരുന്നു എന്ന് നോക്കിയാൽ മതി. അപ്പോൾ എഴുതിക്കോളൂ. ഒന്നാമത്തെ ശാസനം വരുന്നത് വാഴപ്പള്ളി ശാസനമാണ്. ഒന്നാമത്തെ വാദഹബയിൽ വാഴപ്പള്ളി. രണ്ട് തരിസാപ്പള്ളി. ഹജൂർ. 3 ഹജൂർ. 4 പാലിയം. അവിട്ടത്തൂർ. ചോക്കൂർ. മാമ്പള്ളി. ജൂതശാസനം. അതിനെ ഒരു ബോക്സിലോട്ടാക്കി വയ്ക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് തൊട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയുമ്പം അതിൻ്റെ ഇടയിൽ വേറെ ശാസനങ്ങൾ വരും, അതുകൂടെ പഠിച്ചു പോകണേ. ഒന്നാമതായിട്ട് വരുന്നത് വാഴപ്പള്ളി ശാസനം തന്നെയാണ്. ഒന്നാമതായിട്ട്
കാലക്രമത്തിൽ വരുന്ന വാഴപ്പിള്ളി ശാസനം തന്നെയാണ്. മലയാള ലിപി ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട ശാസനമാണ് വാഴപ്പിള്ളി. മലയാള ലിപി ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട ശാസനമാണ്. രാജശേഖരൻ പുറപ്പെടുവിച്ചു. കുലശേഖരൻ എന്ന് കണ്ടാലും ഉത്തരം ശരിയായിരിക്കും. രാജശേഖരൻ പുറപ്പെടുവിച്ചു. ഇത് ആരംഭിക്കുന്നത് നമഃശിവായ എന്നാണ്. നമഃശിവായ ശ്രീ രാജാതിരാജ പരമേശ്വര ഭട്ടാരക. അടുത്ത പോയിന്റ് ഇതിൻ്റെ വർഷമാണ്. ഇതിന് നേരെ എഴുതി വെച്ചാലും മതി. AD 830 എന്നാണ് പല പണ്ഡിതന്മാരും പറയുന്നത്. കണ്ടുകിട്ടിയതിൽ ഏറ്റവും പഴക്കമേറിയ പഴയ പ്രാചീനമായ ശാസനമാണ്. കണ്ടുകിട്ടിയതിൽ ഏറ്റവും പഴയതാണ്. ഇത് കിട്ടിയത് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള താഴമന ഇല്ലത്തു നിന്നാണ്. ചങ്ങനാശ്ശേരിക്കടുത്തുള്ള താഴമന ഇല്ല. ഇത് സംസ്കൃത ഭാഗങ്ങൾ ഗ്രന്ഥാക്ഷരത്തിലും മറ്റുള്ളവ വട്ടെഴുത്തിലുമാണ്. വട്ടെഴുത്ത്. ഇന്നത്തെ ഞാൻ പറഞ്ഞു രാജശേഖരൻ പുറപ്പെടുവിച്ചു. അപ്പം ഈ രാജാവിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, പരമേശ്വര ഭട്ടാരകൻ എന്ന് രാജാവിനെ വിശേഷിപ്പിക്കുന്നു. രാജശേഖരൻ്റെ 12ാം ഭരണവർഷത്തിലാണ് ഇത് എഴുതപ്പെടുന്നത്. 12ാം ഭരണവർഷത്തിലാണ് എഴുതപ്പെടുന്നത്. അത് എഴുതിയിരിക്കുന്നു കേട്ടോ, ശാസ്ത്രത്തിനകത്ത് അത് എഴുതിയിട്ടുമുണ്ട്. തിരുവാറ്റുവാഴ് ക്ഷേത്രത്തിലെ നിത്യബലി മുടക്കുന്നവർ / വിലക്കുന്നവർ എന്നും കൂടി എഴുതുക. നിത്യബലി മുടക്കുന്നവർ അല്ലെങ്കിൽ വിലക്കുന്നവർ 100 ദിനാരം പിഴ കൊടുക്കണം. മുട്ടാപ്പലി എന്നൊക്കെ കാണുന്നു. ഇവിടെ മുട്ടാപ്പലി എന്ന് പറഞ്ഞാൽ മുടങ്ങാത്ത ബലിയാണ്. തിരുവാറ്റുവാഴ് ക്ഷേത്രത്തിലെ മുടങ്ങാത്ത ബലിനെ പറയുന്നതാണ് മുട്ടാപ്പലി. അപ്പോൾ അതിനെ സംബന്ധിക്കുന്നതാണ്. ബലി മുടക്കിയാലുള്ള ശിക്ഷ, ബലിക്കുള്ള ചെലവിന് നൽകുന്ന ഭൂമിയുടെ വിവരണം, ഇതൊക്കെയാണ് ശാസ്ത്രത്തിനകത്ത് വന്നിരിക്കുന്നത്. ബലിക്കുള്ള ചെലവിന് നൽകുന്ന ഭൂമിയുടെ വിവരണം, ഇതൊക്കെയാണ് ശാസനത്തിൽ കാണുന്നത്. ദിനാരം മുട്ടാബലി ഇത് രണ്ടും കാണുന്ന ശാസനം ഏതെന്ന് ചോദ്യം വരും. ദിനാരം മുട്ടാബലി എന്നതിനെക്കുറിച്ച് കാണാം. ദിനാരം മുട്ടാപ്പലി എന്നിവയെക്കുറിച്ച് കാണാം. രണ്ടാമത്തെ വരുന്നത് ഒരു സെക്കൻഡ് എഴുതല്ലേ, അതിനു മുമ്പ് ചേന്നമംഗലം ശാസനമുണ്ട്. ചേന്നമംഗലം ശാസനം സ്വസ്തിശ്രീ പറയൂർ ഊരാരും പരടയ്യാരും
പരടൈയാരും, ഒന്നുകൂടി പറയാം, സ്വസ്തിശ്രീ പറയൂർ ഊരാരും പരടൈയാരും പൊതുവാളും അങ്ങനെയാണ് ആരംഭിക്കുന്നത് കേട്ടോ. ആരംഭിക്കുന്നത് ഇത് നമുക്ക് കാണാൻ കഴിയുന്ന കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്നുള്ള ഇളംകുളത്തിൻ്റെ കൃതിക്കകത്ത് പിന്നെ വാഴപ്പള്ളി ശാസനത്തിന് അടുത്ത കാലത്ത് എന്ന് പറഞ്ഞിട്ടാണ്. വാഴപ്പള്ളി ശാസനത്തിന് അടുത്ത കാലത്ത് കൊച്ചിയിൽ ചേന്നമംഗലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ശാസനത്തിൻ്റെ ഭാഷാരീതി പരിശോധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇളംകുളം രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് നമുക്ക് ഈ ശാസനത്തെക്കുറിച്ച് വാഴപ്പള്ളിയുടെ തൊട്ട് അടുത്തായിട്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. അതിനകത്ത് വർഷം കിട്ടിയിട്ടില്ല. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ശങ്കരനാരായണൻ പെരുവാരത്ത്, ശങ്കരനാരായണൻ പെരുവാരത്ത് ഭട്ടാരംഗർക്കു നൽകേണ്ട കരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. നൽകേണ്ട കരത്തെക്കുറിച്ച്, കരത്തെ നികുതി കരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തത് എഴുതിക്കോളൂ. തെരേസാപ്പള്ളി ചെപ്പേട് അല്ലെ തെരേസാപ്പള്ളി ശാസനം. ചെപ്പേടെന്ന് കണ്ടാലും അത് തന്നെയാണ് കേട്ടോ, ഒരേ കാര്യം തന്നെയാണ്. തെരേസാപ്പള്ളി ചെപ്പേട്. AD 849. AD 849. സ്ഥാണുരവിയുടെ ശാസനമാണ്. സ്ഥാണുരവി. സ്ഥാണുരവി ചക്രവർത്തിയാണ് കേട്ടോ. സ്ഥാണുരവി ചക്രവർത്തിയാണ്. അപ്പോൾ ഇതിനകത്ത് അയ്യനടികൾ തിരുവടികൾ എന്ന വേണാട്ടു രാജാവ്, അയ്യനടികൾ തിരുവടികൾ എന്ന വേണാട്ട് രാജാവ്, ഇത് നമ്മുടെ പറഞ്ഞിരിക്കുന്ന സ്ഥാണുരവിയുടെ സാമന്തനായിരുന്നു. സ്ഥാണുരവി ചക്രവർത്തിയാണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന നാട്ടുരാജ്യത്തിലെ രാജാവാണ് ഈ പറഞ്ഞിരിക്കുന്ന അയ്യനടികൾ തിരുവടികൾ. ഈ അയ്യനടികൾ തിരുവടികൾ എന്ന രാജാവ് കുരക്കേണി കൊല്ലത്ത് മരുവാൻ സപ്പീർ ഈശോ അല്ലെ മാർ സപ്പീർ ഈശോയ്ക്ക്, ചിലപ്പോൾ മരുവാൻ സപ്പീർ ഈശോ എന്ന് കാണും, ചിലപ്പോൾ മാർ സപ്പീർ ഈശോ എന്ന് കാണും, മാ സപ്പീർ ഈശോ എന്ന് കാണും. എന്ത് കണ്ടാലും ഈ ഒരു മനുഷ്യൻ തന്നെയാണ്. മാർ സപ്പീർ ഈശോയ്ക്ക് തെരേസാപ്പള്ളിയുടെ അധികാരം നൽകി. തെരേസാപ്പള്ളിയുടെ അധികാരം ഒരു ദാനപത്രമാണ് കേട്ടോ. തെരേസാപ്പള്ളി ദാനം കൊടുക്കുകയാണ് അയാൾക്ക്, മാർ സപ്പീർ ഈശോയ്ക്ക്. അതാണ് തെരേസാപ്പള്ളി ശാസനം. അപ്പോൾ അന്നത്തെ കാലത്ത് കൊല്ലവർഷ ആരംഭത്തിലാണ് ഈ ശാസനം വരുന്നത്. കൊല്ലവർഷവും നിങ്ങൾക്കറിയാമോ AD യിലേക്കാക്കുന്നത്, അതായത് കൊല്ലവർഷത്തെ എങ്ങനെയാണ് നമ്മൾ ക്രിസ്തു വർഷത്തിലേക്ക് ആക്കുന്നതെന്ന് അറിയാമോ? കൊല്ലവർഷത്തെ ക്രിസ്തു വർഷത്തിലേക്ക് ആക്കാൻ അറിയാമോ? അങ്ങനെയാണെങ്കിൽ കൊല്ലവർഷം എത്രയാണോ അതിൻ്റെ കൂടെ 825 കൂട്ടിയാൽ മതി. എഴുതി ഒരു ബോക്സിനകത്ത് ഇട്ടേ. അതൊരു ചോദ്യമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ. കൊല്ലവർഷത്തിൻ്റെ കൂടെ 825 കൂട്ടിയാൽ, അതായത് കൊല്ലവർഷം 1 എന്ന് പറഞ്ഞാൽ 826, മനസ്സിലായോ? ക്രിസ്തു വർഷം 826 എന്നർത്ഥം. അപ്പോൾ കൊല്ലവർഷം ആരംഭം എന്ന് പറയുന്നത് 849 എന്ന് പറയുമ്പോൾ ഏകദേശം കൊല്ലവർഷം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. 825 കൂടെ എത്ര കൂട്ടി? 49 ആവാൻ വേണ്ടി കുറച്ച് വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ, കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന, അതാണ് പറഞ്ഞത്, കൊല്ലവർഷം ആരംഭത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ ഈ ഒരു ശാസനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ശാസനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു സ്ഥാണുരവിയുടെ സാമന്തനായിരിക്കുന്ന അയ്യനടികൾ തിരുവടികൾ മാർ സപ്പീർ ഈശോയ്ക്ക് തെരേസാപ്പള്ളിയുടെ കൊടുക്കുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ കുറേ പേര് എന്ന് വെച്ചാൽ
കച്ചവടവും അതൊക്കെ നടന്നുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. അടിമ വ്യാപാരത്തെക്കുറിച്ച് ഈ ശാസനത്തിൽ പരാമർശമുണ്ട്. അടിമ വ്യാപാര പരാമർശമുള്ള ശാസനം ഏതെന്ന് ചോദിക്കും. അടിമ വ്യാപാര പരാമർശമുണ്ട്, നാടുവാഴി പരാമർശമുണ്ട്. ഓരോ പോയിൻ്റായിട്ട് എഴുതണേ. അടിമ വ്യാപാരം പരാമർശം, നാടുവാഴി പരാമർശം, പിന്നെ അടുത്ത പോയിൻ്റ് ഈ അടിമ വ്യാപാരം പരാമർശം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് പേരെ ഈ പള്ളിക്ക് ദാനം ചെയ്യുന്നുണ്ട്. വണ്ണാർ, വെള്ളാളർ, വണ്ണാർ, വെള്ളാളർ, തച്ചർ, ഈഴവർ തുടങ്ങിയവരുടെ കുടുംബങ്ങളെ എന്ത് ചെയ്യുന്നു? പള്ളിയിലേക്ക് ദാനം ചെയ്യുന്നു. വണ്ണാർ, വെള്ളാളർ, ഈഴവർ, തച്ചർ. പിന്നെ തെരേസാപ്പള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടും കൃത്യമായിട്ടും തീയതി രേഖപ്പെടുത്തി. തീയതി നോട്ട് വൃത്തിയായിട്ട് എഴുതണേ. നാളെ ഒരു സമയത്ത് നോക്കുമ്പോൾ വായിക്കാൻ തോന്നണം. കാക്ക മറ്റേ ചെകഞ്ഞിട്ട് പോലെ അങ്ങും വലിച്ചു വാരി എഴുതരുതേ. നോട്ട് എടുക്കുമ്പം എൻ്റെ നോട്ടാണല്ലോ എന്ന് ഓർത്ത് വായിക്കണം. പിന്നെ ഞാൻ പറയാൻ ഇന്നലെ വിട്ടുപോയൊരു കാര്യം, കുറച്ച് കളർ പെയിനുകൾ വാങ്ങണേ. റെഡ്, പിന്നെ വേറെ കളറൊക്കെ കിട്ടത്തില്ലേ, റോസോ, എന്നുവെച്ചാൽ ഗിൽറ്റുള്ള പേനയല്ല, അല്ലാത്ത പേനകൾ. അതായത് നമ്മൾ ഹെഡിങ് എഴുതുമ്പം, പ്രധാനപ്പെട്ട പോയിൻ്റ് എഴുതുമ്പം വേറെ കളറിൽ എഴുതിയാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അപ്പം പച്ച പേനയൊക്കെ വാങ്ങി കയ്യിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണാമോ എൻ്റെ നോട്ട്? ഇങ്ങനെ ഓരോന്ന് എഴുതുന്നതിൻ്റെ ഒരു അടിയിലൊക്കെ വരച്ച് അങ്ങനെയൊക്കെ എഴുതിയാൽ പെട്ടെന്ന് നമ്മൾക്ക് നോട്ടിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് പിന്നെ അതിനകത്ത് തന്നെ ക്രിസ്ത്യാനികളെക്കുറിച്ച് പരാമർശമുള്ള ശാസനമാണിത്. ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള പരാമർശം, ക്രിസ്ത്യാനികളെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനം ഇതാണ്. നികുതികളെക്കുറിച്ച്, ക്രിസ്ത്യാനികളെക്കുറിച്ച്, അതുപോലെ നികുതികളെക്കുറിച്ച് ഹൈഫൻ ഇട്ടിട്ട് എഴുതണം. നികുതികൾ എന്തൊക്കെയായിരുന്നു? തളക്കാണം, ഒണിക്കാണം, തളക്കാണം, ഒണിക്കാണം, ഈറ, ഇതൊക്കെ നികുതികളാണ്. അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, വേറെ കളറുണ്ടെങ്കിൽ അത് വെച്ച് എഴുതിക്കോ. 5 വണ്ണം മണിഗ്രാമം പരാമർശമുണ്ട്. 5 വണ്ണം മണിഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? 5 വണ്ണവും മണിഗ്രാമം എന്താണ് അറിയാമോ? എന്താ പറഞ്ഞ ചേർത്തെ? വ്യാപാര സംഘങ്ങൾ. അങ്ങനെ അറിയാം. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാമോ അതിനെക്കുറിച്ച്? കച്ചവട സംഘങ്ങൾ എന്നറിയുന്നല്ലേ ഉള്ളൂ. എന്ത് കച്ചവടമാണെന്ന് പറ. അത് തന്നെയാണ്. എന്തോ രത്നവ്യാപാരം. അതെ. അത് മണിഗ്രാമം രത്നവ്യാപാരമാണ്. അതുപോലെ തന്നെ 5 വണ്ണം എന്ന് പറഞ്ഞാൽ 5 കച്ചവടങ്ങളുടെ അധികാരമാണ് കൊടുക്കുന്നത്. അപ്പം 5 വണ്ണം മണിഗ്രാമം, ഈ ഒരു ക്വസ്റ്റ്യൻ രണ്ടിടത്ത് വരാറുണ്ട് കേട്ടോ. 5 വണ്ണം മണിഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഏത് ശാസനത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ അത് തരിസാപ്പള്ളിയും. 5 വണ്ണം മണിഗ്രാമം നാനാദേശികൾ എന്ന് പറയുന്നത് ഇവിടെ വരുന്നു, പയ്യന്നൂർ പാട്ടിൽ വരുന്നു കേട്ടോ. പയ്യന്നൂർ പാട്ടിൽ 5 വണ്ണം മണിഗ്രാമം സൈഡിലോട്ട് എഴുതി വെച്ചോ. ഒരേ കൺഫ്യൂസിങ് ക്വസ്റ്റ്യനാണ്. 5 വണ്ണം മണിഗ്രാമം നാനാദേശികൾ എന്നിവ വരുന്നത് ഏത് പാട്ട് കൃതിയിലാണെന്ന് ചോദിച്ചാൽ അത് പയ്യന്നൂർ പാട്ടാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇതിനകത്ത് ഈ ഒരു ശാസനം നമ്മൾ മൊത്തം എഴുതി, തീയതി രേഖപ്പെടുത്തിയെന്നുള്ളത് നിങ്ങൾ എഴുതിയെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ശാസനത്തിനകത്ത് ഇതിൻ്റെ പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ശ്രമിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് മദ്രാസ് ജേണൽ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സയൻസിൽ ഹെർമൻ ഗുണ്ടർട്ട്
മദ്രാസ് ജേണൽ ഓഫ് ലിറ്ററേച്ചർ എന്ന ലിറ്ററേച്ചർ ആൻഡ് സയൻസിൽ മെക്കാളയുടെയും ഒരു മെക്കാളയുടെ ശ്രമഫലമായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മെക്കാളയുടെ ശ്രമഫലമായിട്ട് പ്രസിദ്ധീകരിച്ചു. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്. തെരേസാപ്പള്ളി കഴിഞ്ഞാൽ 861 ശാസനം വരുന്നു. തിരുവാറ്റുവായ് ചെപ്പേട്. ഇത് റീസെൻ്റ് പരീക്ഷകളിൽ ചോദ്യമായിട്ട് കാണുന്നുണ്ട്. തിരുവാറ്റുവായ് ചെപ്പേട് AD 861 ഈ തിരുവാറ്റുവായുടെ പ്രത്യേകത ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള ശാസനം ഏത് എന്നുള്ള ചോദ്യമാണ്. AD 861. അപ്പം അതിനകത്ത് വരുന്നത് പുഞ്ചപ്പടക്കാരത്ത് ചേന്നൻ ശങ്കരൻ. പുഞ്ചപ്പടക്കാരത്ത് ചേന്നൻ ശങ്കരൻ എന്നയാൾ ഓണത്തിലെ ചെലവിന് നൽകുന്ന ഭൂമിയുടെ വിവരണം, ഓണത്തിനുണ്ടാക്കേണ്ട വിഭവങ്ങളുടെ വിവരണം. ഓക്കെ, അപ്പോൾ ഇത് ആരംഭിക്കുന്നതും കൂടെ എഴുതി വെച്ചു. ശ്രീ കോതാണു ഇരവിക്കു ചൊല്ലാ നിന്റെ യാണ്ടു 17. ഇതിന് തൊട്ട് മുമ്പത്തെ ശാസനം ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. തെരേസാപ്പള്ളി ആരംഭിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിരുന്നോ? അതുകൂടെ അതിന് എപ്പോഴും എഴുതുമ്പം നമ്മൾ എഴുതുന്ന കഴിഞ്ഞിട്ട് ഒരു വരി അവിടെ വിട്ടേക്കണം കേട്ടോ. എപ്പോഴും ഞാൻ ഓരോ പോയിന്റ് പലയിടത്തു നിന്ന് ആഡ് ചെയ്ത് പോകാറുണ്ട്. എന്ത് കാര്യം എഴുതിയാലും 2 വരി അതിൻ്റെ ചുവട്ടിൽ വിട്ടേക്കണം. എന്തെങ്കിലും ഒരു കാര്യം എഴുതാൻ നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പം തെരേസാപ്പള്ളിയുടെ അവിടെ അതുകൂടെ എഴുതിക്കോ. സ്വസ്തി കോത്താണു ഇരവിക്കുത്തൻ പല. സ്വസ്തി കോത്താണു ഇരവിക്കുത്തൻ പല. 100,000 മറുകുതലൈ ചിറന്തടിപ്പടുത്താ നിൻ്റെ യാണ്ടുൾ ചെല്ലാ നിൻ്റെ യാണ്ടെന്തു ഇവ്വാണ്ടു വേണാടു വാഴുകിൻ്റെ അയ്യനടി. അത്രയും മതി. അടുത്തത് 5ാമത്തെ ശാസനമായിട്ട് വരുന്നത് ഹജൂറാണ്. ഹജൂർ ശാസനം അഥവാ വേറൊരു പേരൂടുണ്ട് പാർത്ഥിവപുരം ചെപ്പേട്. പാർത്ഥിവപുരം ശാസനം, പാർത്ഥിവപുരം ചെപ്പേട്. പാർത്ഥിവപുരം ചെപ്പേടിൻ്റെ വർഷം 866. AD 866. ജൂലൈ 7. ജൂലൈ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 7. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കോഡായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം കലിവർഷം എന്നുള്ളതാണ്. അപ്പോൾ ഹജൂർ കലി എന്ന് പഠിച്ചു വെക്കുക. ഹജൂർ കലി എന്നാണ് പഠിച്ചു വെക്കേണ്ടത്. ഈ കലി എന്നുള്ള വാക്ക് വരുന്ന കാ വെച്ചിട്ടാണല്ലോ. അപ്പോൾ കാ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അതും കൂടെ ഓർക്കുക. കരുനന്തടക്കൻ, ഈ ശാസനം പുറപ്പെടുവിച്ചത് കരുനന്തടക്കനാണ്. ഹൈഫനിട്ടിട്ട് കരുനന്തടക്കൻ ഹൈഫനിട്ടിട്ട് എഴുതുക. അദ്ദേഹമാണ് ആയി രാജവംശത്തെ പൊതിയൻ മലയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് മാറ്റിയത്. ആയി രാജവംശ ആസ്ഥാനം പൊതിയൻ മലയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് മാറ്റിയത് കരുനന്തടക്കനാണ്. അദ്ദേഹമാണ് ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത്. അടുത്ത പോയിന്റ് കലിവർഷ സൂചനയുള്ള ശാസനം. അടുത്തത് കാന്തളൂർ ശാലയെക്കുറിച്ച് പരാമർശം. ഈ കാന്തളൂർ ശാലയെക്കുറിച്ച് പറയുമ്പം മറ്റൊരു കൃതിയിലും കാന്തളൂർ ശാലയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് അറിയായിരിക്കുന്നു കരുതുന്നു. കാന്തിയും ചൊൽവലും മിക്ക കാന്തളൂർ ശാല കാണല, അങ്ങനെയല്ലേ? കാന്തിയും ചൊൽവവും മിക്ക കാന്തളൂർ ശാല കാണല എന്ന് പറഞ്ഞിട്ട് 2 വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ചോദ്യത്തിൽ വരുന്നതാണ്. അനന്തപുര വർണ്ണനത്തിൽ നിന്നുള്ള വരിയാണ്. ക്രോണിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ലീലാവതി ടീച്ചർ വിശേഷിപ്പിച്ചിരിക്കുന്ന കൃതിയാണ് അനന്തപുര വർണ്ണനം. അതിൽ നിന്നാണ് അതിൻ്റെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് ഡോക്ടർ കെ രത്നമ്മയാണ്. അനന്തപുര വർണ്ണനത്തിൻ്റെ വ്യാഖ്യാനം ഡോക്ടർ കെ രത്നമ്മയാണ്. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ അതിൻ്റെ സൈഡിലൊന്ന് എഴുതി വെച്ചേരും. കാന്തളൂർ ശാല വരുന്ന ശാസനവും ചോദിക്കും, കൃതിയും ചോദിക്കും. കൃതിയാണെങ്കിൽ അനന്തപുര വർണ്ണനമാണ് ഉത്തരമായിട്ട് വരിക. ഇവിടെ ഇനി നമ്മൾ ഓർക്കേണ്ടത് ശ്രീവല്ലഭൻ പാർത്ഥിവ ശേഖരൻ എന്നീ 2 ബിരുദങ്ങളുടെ പേരുകളാണിതൊക്കെ കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സംഘകാല, അതുപോലെ സംഘകാലമല്ല, ചോളചേര രാജാക്കന്മാരുടെ കാര്യമൊക്കെ പറയുമ്പം കടൽ പുറകോട്ടിയ ചെങ്കുട്ടവൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവർക്ക് കൊടുക്കുന്ന ബിരുദങ്ങളാണ്. ഒരു യുദ്ധത്തിൽ ജയിക്കുമ്പം കടൽ പുറകോട്ട് പോയ പോലെ സൈന്യം പോയാ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഓരോ വിശേഷണങ്ങൾ കൊടുക്കും. അത് അവർക്ക് കിട്ടുന്ന ബിരുദമായിട്ടാണ് വരുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന് കിട്ടിയ ശ്രീവല്ലഭൻ പാർത്ഥിവ ശേഖരൻ എന്നുള്ള ബിരുദങ്ങളാണ് ഈ കരുനന്തടക്കന് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ പാർത്ഥിവപുരം എന്ന് പറഞ്ഞാൽ ഏത് ജില്ലയിൽ വരുന്നതെന്ന് അറിയാമോ? പാർത്ഥിവപുരം വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്, കന്യാകുമാരി ജില്ലയാണേ. കന്യാകുമാരി. പിന്നെ ഗോപിനാഥറാവു ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഈ ശാസനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹുസൂർ ഓഫീസ് പ്ലേറ്റ്സ്. ഹുസൂർ ഓഫീസ് പ്ലേറ്റ്സ് എന്ന് ഗോപിനാഥറാവു വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ശാസനത്തെയാണ്. റാവുവിൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ തമിഴ് ലിപിയിലാണ് ഈ ശാസനം എഴുതിയിരിക്കുന്നതെന്നാണ്. ഹജൂർ ശാസനം എഴുതിയിരിക്കുന്നത് തമിഴ് ഭാഷ, തമിഴ് ലിപി എന്നാണെന്ന് ഗോപിനാഥറാവു. ഈ ഗോപിനാഥറാവുവിനെ നമ്മൾ ഇനിയും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് രാമചരിതത്തിൻ്റെ ഇതിലാണ്. തമിഴ് കാവ്യമാണോ എന്ന്, തമിഴാണോ മലയാളമാണോ എന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ തമിഴ് കാവ്യമാണ് എന്നുള്ള അഭിപ്രായത്തിലേക്കൊക്കെ വന്നത് ഗോപിനാഥറാവുവാണ്. അതേ ഗോപിനാഥറാവുവാണ് ഇവിടെ ശാസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. തമിഴ് ലിപിയിൽ എഴുതപ്പെട്ട ശാസനമാണെന്ന് അദ്ദേഹം പറയുന്നത്. കരുനന്തടക്കൻ്റെ 9ാം ഭരണവർഷത്തിലാണ് ഈ ഒരു ശാസനം വരുന്നത്. പാർത്ഥിവപുരത്തെ അവിടെ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുന്നത്, അതിനോടനുബന്ധിച്ച് 95 ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുന്ന, കാന്തളൂർ ശാല താമസിച്ച് പഠിക്കുന്ന കേന്ദ്രമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവർക്കുള്ള പഠിക്കാനുള്ള ശാല പിന്നെ കാന്തളൂർ മര്യാദ പോലെ തന്നെ നിർമ്മിക്കുന്നു. കാന്തളൂർ ശാല എന്ന് പറഞ്ഞാൽ കാന്തളൂർ മര്യാദയിൽ നിർമ്മിക്കുന്ന ശാല. അപ്പോൾ അങ്ങനെ അതാണ് ശാസനത്തിൻ്റെ ഉള്ളടക്കത്തിൽ വരുന്നത്. അപ്പോൾ ഈ കാന്തളൂർ ശാലകളെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ശാസനം എന്ന രീതിയിൽ ഇതിനൊരു പ്രത്യേകത അല്ലെ വിശേഷണം ഉണ്ട് എന്നുകൂടെ ഓർക്കണേ. ഇനി ഇത് തുടങ്ങുന്നത് നമുക്ക് നോക്കാം. സ്വസ്തി ശ്രീ എഴുതിക്കോളൂ. സ്വസ്തി ശ്രീ കലിയുഗ കോട്ടുനാൾ ഇങ്ങനെയാണ് ഈ ശാസനം. ഇപ്പോൾ ശാസനം എങ്ങനെ ആരംഭിക്കുന്നു എന്ന് പഠിച്ചില്ലെങ്കിൽ ചിലപ്പം വേറെ ശാസനം വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവും. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയുന്ന ശാസനങ്ങളെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാത്തൊരു ശാസനം വന്നാൽ എളുപ്പം ആൻസറിലേക്ക് എത്താം. അടുത്തത് 6ാമത്തെ ശാസനം തിരുനന്ദിക്കര ചെപ്പേട് AD 893. വിക്രമാദിത്യ വരഗുണൻ്റെ 8ാം വർഷം ഭരണവർഷം കേട്ടോ, ഭരണവർഷത്തിലാണ് ആരംഭിക്കുന്നതും കൂടെ എഴുതി വയ്ക്കുക. വലിയ പ്രാധാന്യമൊന്നുമില്ല, കാലക്രമത്തിൽ വരുന്നതേ ഉള്ളൂ. സ്വസ്തി ശ്രീ വിക്രമാദിത്യ വരഗുണർക്ക് യാണ്ടു 8 ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അടുത്തതാണ് പ്രധാനപ്പെട്ട ശാസനങ്ങളിലൊന്നാണ് പാലിയം ശാസനം അല്ലെങ്കിൽ ശ്രീമൂലവാസം ചെപ്പേട്. പാലിയം ശാസനം ശ്രീമൂലവാസം ചെപ്പേട് AD 898. ഈ ശാസനത്തിന് വർഷമൊക്കെ ഏകദേശം പറഞ്ഞിരിക്കുന്നത് MGS ആണ്. ഈ ശാസനത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിക്രമാദിത്യ വരഗുണനെ കേരളത്തിലെ അശോകൻ എന്നൊക്കെ വിളിച്ചത് MGS.
MGS നാരായണൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഹിസ്റ്റോറിയനിലെ ഒരേ ഒരാളാണ് MGS എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് MGSനെ കുറിച്ച് അറിയാമെന്ന് കരുതുന്നു. 90 വയസ്സിന് മുകളിലുണ്ട് ഇപ്പം. MGS ഇപ്പോൾ ഓർമ്മയില്ല. കഴിഞ്ഞ 2 മാസം മുന്നേ കാണാൻ ഞാൻ പോയായിരുന്നു, ഓർമ്മയില്ല. ഇപ്പോൾ ആരെയും കാണിക്കത്തില്ല കേട്ടോ, പുറത്തുനിന്ന് ആൾക്കാരെ കാണിക്കില്ല, ഫാമിലി ഫ്രണ്ട്സ് മാത്രമേ കാണുകയുള്ളൂ ഇപ്പം. അപ്പം MGS ആണ് കാപ്പാടല്ല വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് എന്ന് ഇത് വന്നത്. കാപ്പാട് കപ്പലിറങ്ങിയത് വേറെ സ്ഥലത്താണെന്നുള്ളത് തെളിയിച്ച ആളാണ് MGS. ഹിസ്റ്ററി ഓഫ് കാലിക്കറ്റിൻ്റെ റിവൈസ്ഡ് ട്രൂത്ത് ഓഫ് കാലിക്കറ്റ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് വരുന്നത്. അത് PhD തീസീസ് ആയിരുന്നേ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഇനി ഇതിനകത്ത് ഞാൻ പറയുന്നത് ഈ ശാസനം കണ്ടെത്തിയത് ആരാണ്? പാലയം ശാസനം കണ്ടെത്തിയത് TA ഗോപിനാഥ റാവു ആണ്. TA ഗോപിനാഥ റാവു ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ ഗോപിനാഥ റാവു തന്നെയാണിത്. ഇദ്ദേഹം പിന്നെ വിക്രമാദിത്യ വരഗുണൻ എന്ന് പറഞ്ഞ രാജാവാണിത് പുറപ്പെടുവിച്ചത്. അദ്ദേഹം ആയി രാജാവാണ്. ആയി രാജാവായിരിക്കുന്ന വിക്രമാദിത്യ വരഗുണൻ. ഇതിനകത്ത് ശ്രീമൂലവാസം എന്ന് കണ്ടില്ലേ? ഈ ശ്രീമൂലവാസത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ്? ബുദ്ധകേന്ദ്രം. ശ്രീമൂലവാസം നമ്മൾ പഠിക്കാറുണ്ടല്ലോ, ബുദ്ധകേന്ദ്രമാണെന്ന്. അപ്പോൾ അത് ശ്രീമൂലവാസം എന്ന് പറഞ്ഞ ആ സ്ഥലം ബുദ്ധകേന്ദ്രത്തിന് വിട്ടുകൊടുത്തിട്ടുള്ള ശാസനമാണിത്. വിട്ടുകൊടുക്കുന്നതായിട്ടുള്ള രേഖയാണ് ഈ ഒരു പാലിയം അഥവാ ശ്രീമൂലവാസം ചെപ്പേഡ് എന്ന് പറയുന്നത്. ഇളംകുളത്തിൻ്റെ അഭിപ്രായം AD 929 AD 929 ഈ ഒരു ശാസനത്തിൻ്റെ കാലഘട്ടമെന്ന് ഇളംകുളം പറയുന്നു. ഏകദേശം അദ്ദേഹം പറയുന്നത് 104 മകരം 7 കൊല്ലവർഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. മകരം 7 കൊല്ലവർഷം 104 മകരം 7 എന്നാണ് ഇളംകുളം പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ MGS ആണ് വിശേഷിപ്പിച്ചതെന്നും കൂടെ ഉള്ളതാണ് ഇവിടെ നിന്നുള്ള ചോദ്യം. അടുത്ത ശാസനം 898 നമ്മൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് 817 വരുന്നത് അവിട്ടത്തൂർ ശാസനം. അവിട്ടത്തൂർ ശാസനം 917 AD പുറപ്പെടുവിച്ചത് കോദരവിയാണ്. കോദരവി പുറപ്പെടുവിച്ചു. ഈ ശാസനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കടംകൊട്ട് കച്ചം എന്ന് വെച്ചാൽ ഊരാളന്മാരെയും ഹൈഫനിട്ടിട്ട് എഴുതണേ, ഊരാളന്മാരെയും പൊതുവാൾമാരെയും നിയന്ത്രിക്കുന്ന കച്ചം. ഊരാളന്മാരെയും പൊതുവാൾമാരെയും നിയന്ത്രിക്കുന്ന നിയമം എന്നാണ്. കച്ചം എന്ന് പറഞ്ഞാൽ നിയമം. അവർ ക്ഷേത്രം മുതൽ കക്കുന്നുണ്ട്, ആ കക്കുന്നതിൽ നിന്ന് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രം മുതൽ കക്കുന്നതിൽ നിന്ന് നിയന്ത്രിക്കുന്ന കച്ചമാണ് കടംകൊട്ട് കച്ചം. ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി എഴുതി വെച്ചോ. സമസ്തി സ്ത്രീ കോദൈ ഇരവിക്കു സമസ്തി ശ്രീ കോക്കോദൈ ഇരവിക്കു എന്നിങ്ങനെ ആരംഭിക്കുന്ന ശാസനമാണ്. അതാണ് അത്രയുള്ള അവിട്ടത്തൂർ ശാസനം. അടുത്തത് അതിനകത്ത് ഒരു കാര്യം കൂടി എഴുതിക്കോളൂ. നാട്ടുകൂട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആയിരവർ 27 എന്നീ 2 നാട്ടുകൂട്ടങ്ങൾ. ആയിരവർ 27 2 നാട്ടുകൂട്ടങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അടുത്തതാണ് ചോക്കൂർ ശാസനം. ചോക്കൂർ AD 932. AD വർഷം പ്രധാനപ്പെട്ടതായതുകൊണ്ട് പഠിച്ചു പോകണം. AD 932 കാലഘട്ടം. ഇത് ഗോദരവി വർമ്മ
കുലശേഖര രാജാവാണ്. കുലശേഖര രാജാവായിരിക്കുന്ന ഗോദരവിവർമ്മ. ഈ ശാസനത്തിലെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന ചോദ്യം വേറെ മഷീൻ എഴുതി വെച്ചോ. ദേവദാസി സമ്പ്രദായം. ദേവദാസി സമ്പ്രദായ പരാമർശമുള്ള ശാസനമാണ് ചോക്കൂർ. ക്ഷേത്ര നർത്തകിയായിരിക്കുന്ന നങ്ങിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ക്ഷേത്ര നർത്തകിയായിരിക്കുന്ന നങ്ങിയെക്കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് ഇപ്പം അവസാന സമയമാകുമ്പോൾ നമ്മളിതിന് പെട്ടെന്ന് ഓർക്കാനുള്ള കാര്യമൊക്കെ പറഞ്ഞുതരാം കേട്ടോ റിവിഷൻ ക്ലാസ്സിൽ. കാരണം നമ്മൾ വേറെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്കത് അറിയാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഇനി ഇതിൻ്റെ ഒരു ചോദ്യമായിട്ട് നമുക്ക് തിരുവിതാംകൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവദാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തിരുവിതാംകൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവദാസികൾ കുടികാർ അടികൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കുടികാർ അടികൾ എന്നാണ് അറിയപ്പെടുന്നത്. കുടികാരും അടികളും. അതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം ഇവിടെ ചോദിക്കട്ടെ. ഈ ദേവദാസി സമ്പ്രദായം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് ആരാണ്? അറിയാമോ? ദേവദാസി സമ്പ്രദായം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് ആരാണെന്ന് ചോദ്യം വരുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഓർത്തുകൊണ്ട് പറയുകയാണ്. അറിയാമോ? തിരുവിതാംകൂറിൽ നിർത്തലാക്കിയ സേതു ലക്ഷ്മിബായി ആണ്. റാണി സേതു ലക്ഷ്മിബായി ആണ്. എഴുതി അതിൻ്റെ സൈഡിൽ വെച്ചേരെ. ശാസനവുമായി ബന്ധമല്ല, നമ്മളങ്ങ് പറയുവാണ്. അടുത്ത ശാസനം 932. നമ്മൾ എഴുതി 932. അപ്പം 37 അവിട്ടത്തൂർ കഴിഞ്ഞല്ലോ അല്ലേ? ചോക്കൂർ 32. ഓക്കെ, ചോക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു അവിട്ടത്തൂർ വരുന്നത് അല്ലേ? 32 ഞാൻ അവിട്ടത്തൂർ അല്ലല്ല സോറി, അത് തെറ്റിയതാണ്. 917. അടുത്തത് വരുന്നത് തൃപ്പൂണിത്തുറ ശാസനമാണ്. 947 തൃപ്പൂണിത്തുറ ശാസനം. AD 947 വരുന്നു. ഒന്നുമില്ല, അതിനകത്ത് വരുന്ന കോതരവിയുടെ 30-ാം വർഷത്തിൽ ഭരണവർഷം. കോതരവി 30-ാം ഭരണവർഷം എന്ന് മാത്രം എഴുതുക. അപ്പോൾ പുറപ്പെടുവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. അടുത്ത പോയിന്റ് ക്ഷേത്ര നടത്തിപ്പിൻ്റെ നിയമങ്ങൾ. ക്ഷേത്ര നടത്തിപ്പിൻ്റെ നിയമങ്ങളാണ് ഉള്ളടക്കം. ക്ഷേത്ര നടത്തിപ്പിൻ്റെ ഉള്ളടക്കം നിയമങ്ങൾ. അടുത്തത് മൂഴിക്കുളം ശാസനം. മൂഴിക്കുളം 950 AD 950. ഇന്ദുക്കോദവർമ്മയുടെ 6-ാം ഭരണവർഷം. ഇന്ദുക്കോദവർമ്മയുടെ 6-ാം ഭരണവർഷം. മൂഴിക്കുളം ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ, അതിനെ സംബന്ധിച്ച നിബന്ധന. മൂഴിക്കുളം ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളെ സംബന്ധിച്ചത്, അതിൻ്റെ സംബന്ധിച്ച നിയമങ്ങൾ. കാലക്രമം വരുന്നത് കൊണ്ടാണ് ഇതോ പറയുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. അടുത്തത് തൃക്കാക്കര ശാസനം. തൃക്കാക്കര AD 954. AD 954. അത് ഒരു പരകേസരിവർമ്മൻ രാജേന്ദ്രദേവൻ തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് ഒരു വെള്ളി നന്ദാവിളക്കും 2 ബ്രാഹ്മണ ഭോജനവും ഏർപ്പെടുത്തുന്നു. അതിൻ്റെ ഭാര്യയും അത് കൊടുക്കുന്നു. അതിനെക്കുറിച്ചുള്ള വിവരണമൊക്കെയാണ്. തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് എഴുതിയാൽ മതി. തൃക്കാക്കര ശാസനം. പരകേസരിവർമ്മൻ രാജേന്ദ്രദേവൻ. അടുത്ത ശാസനം മാമ്പള്ളി ശാസനം അല്ലെങ്കിൽ മാമ്പള്ളി ചെപ്പേട്. AD 974. AD 974 പ്രധാനപ്പെട്ട ശാസനമാണ്. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ രേഖ പറഞ്ഞേ. 974 ക്രിസ്തു വർഷമെങ്കിൽ അതിൻ്റെ കൊല്ലവർഷം എത്രയാണെന്ന് പറഞ്ഞ് കണക്കൂട്ടി. എത്രയായിരിക്കും എന്ന് കണക്കൂട്ടി പറഞ്ഞേ.
ക്രിസ്തുവർഷം 974. അപ്പോൾ കൊല്ലവർഷം എത്രയായിരിക്കും? കൊല്ലവർഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. 974 കുറയ്ക്കണം 825. എത്ര കിട്ടി? 149. ശരിയാണ്, 149 അപ്പോൾ അതാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലവർഷം 149 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കീഴാറ്റിങ്കൽ മാമ്പള്ളി മഠത്തിൽ നിന്നാണ് ഇത് ലഭിച്ചത്. കീഴാറ്റിങ്കൽ മാമ്പള്ളി മഠത്തിൽ നിന്നാണ് ഈ ശാസനം ലഭിക്കുന്നത്. വേണാട്ട് രാജാവായിരുന്ന ശ്രീ വല്ലഭൻ കോത, വേണാട്ട് രാജാവായിരുന്ന ശ്രീ വല്ലഭൻ കോത അയിരൂർ ക്ഷേത്രവും ക്ഷേത്രം വക സ്വത്തുക്കളും ദാനം ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ക്ഷേത്രം വക സ്വത്തുക്കളും ദാനം ചെയ്യുന്നു, ഇതാണ് ഉള്ളടക്കം. അയിരൂർ ക്ഷേത്രം വക സ്വത്തുക്കളും ദാനം ചെയ്യുന്നതാണ് ഉള്ളടക്കം. അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. പിന്നെ വേണാട്ട് രാജാക്കന്മാർ പനങ്കാവിൽ കൊട്ടാരത്തിലാണ് താമസിച്ചതെന്നും കൊല്ലം നഗരമായിരുന്നു 7-ാം ശതകം വരെ വേണാടിൻ്റെ തലസ്ഥാനം എന്നും പറയുന്നു. വേണാട്ട് രാജാക്കന്മാർ പനങ്കാവിൽ കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നതെന്നും കൊല്ലം 7-ാം ശതകം വരെ വേണാടിൻ്റെ തലസ്ഥാനം കൊല്ലമായിരുന്നെന്നും, കൊല്ലം നഗരം കേട്ടോ, കൊല്ലം നഗരമായിരുന്നെന്നും പറയുന്നു. ഇത് ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞത് ഇളംകുളമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങളിൽ ഇത് ആരംഭിക്കുന്നത് സ്വസ്തി ശ്രീ കൊല്ലന്തോണ്ടി രണ്ടും കാണുന്നുണ്ട്. സ്വസ്തി ശ്രീ കൊല്ലന്തോണ്ടി നൂറ്റുനാർ, കൊല്ലന്തേണ്ടി എന്ന് എഴുതിക്കോ, നൂറ്റുനാർ 19-ാം ആണ്ട് തുലാത്തുൾ, 19-ാം ആണ്ട് തുലാത്തുൾ വ്യാഴ നിന്റെ വിരിച്ചിക ഞായിട്ടു, വ്യാഴ നിന്റെ വിരിച്ചിക ഞായിട്ടു, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സ്വസ്തി ശ്രീ കൊല്ലന്തോണ്ടി നൂറ്റുനാർ 19, അത്രയും മതി. നൂറ്റുനാർ 19-ാം ആണ്ട് തുലാത്തുൾ, അത്രയുമായിരിക്കും പരീക്ഷയ്ക്ക് തരുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ കൊല്ലവർഷമുണ്ട്, മാമ്പള്ളി കൊല്ലവർഷം. ഓക്കെ, മാമ്പഴം തിന്നാൻ ശ്രീവല്ലഭൻ കോതയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം പനങ്കാവിൽ കൊട്ടാരത്തിലേക്ക് മാമ്പഴം കൊണ്ടുവരുന്നു. അടുത്ത ശാസനം 976 വരുന്ന തൃക്കൊടിത്താനം 2 പേരിൽ കാണാറുണ്ട്. തിരുക്കൊടിത്താനം ശാസനം അഥവാ തൃക്കൊടിത്താനം ശാസനം AD 976 ഭാസ്കര രവിവർമ്മ ചക്രവർത്തിയുടെ 14-ാം ഭരണവർഷം. ഭാസ്കര രവിവർമ്മ ചക്രവർത്തി 14-ാം ഭരണവർഷം. ഇത് രേഖപ്പെടുത്തി. ഇപ്പം മുൻപ് നമ്മൾ മാമ്പള്ളി പറഞ്ഞില്ലേ, മാമ്പള്ളി ശാസനം വെച്ചിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. പത്മനാഭപുരം കൊട്ടാരത്തിലാണ്. മാമ്പള്ളി ശാസനം ക്ഷേത്രത്തിലല്ല, പത്മനാഭപുരം കൊട്ടാരത്തിലാണ് വെച്ചിരിക്കുന്നത്. ഈ ശാസനം എഴുതി വച്ചിരിക്കുന്നത് തൃക്കൊടിത്താനം വിഷ്ണു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെ പടിഞ്ഞാറും വടക്കും ഭാഗത്താണ്. തൃക്കൊടിത്താനം എന്ന് പറഞ്ഞിടത്ത് വിഷ്ണു ക്ഷേത്രമുണ്ട്. ആ വിഷ്ണു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെ പടിഞ്ഞാറും വടക്കും ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനമാണ് തൃക്കൊടിത്താനം ശാസനം. ശാസനത്തിൻ്റെ ഭാഷ തമിഴാണ്, ലിപി വട്ടെഴുത്തുമാണ്.
എന്ന് സ്വാമിനാഥ പിള്ള പറയുന്നു. സ്വാമിനാഥ പിള്ളയും നമുക്ക് ടി.എ. ഗോപിനാഥ റാവുവിൻ്റെ കൂടെ കണ്ട ഒരു ഫ്രണ്ടെന്ന് പറയാവുന്ന പോലത്തെ ഒരാളാണ് കേട്ടോ. തമിഴ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ രണ്ട് പേര്. അപ്പം ഇതിലെ ശാസനത്തിലെ ഭാഷ തമിഴും ലിപി വട്ടെഴുത്തുമാണെന്ന് സ്വാമിനാഥ പിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല പരീക്ഷയുടെ ചോദ്യം. കൂത്തിനെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനം ഏതെന്നാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരിക. കൂത്തിനെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന ശാസനമാണ് ചോദിക്കുക. അത് തൃക്കുടിത്താനം ശാസനമാണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. കൂത്തിനെക്കുറിച്ച് പരാമർശം, ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശം ഏത്? ചോക്കൂർ. കൂത്തിനെക്കുറിച്ച് ഏത്? ഇത്. അഞ്ചുവണ്ണം മണിഗ്രാമം ഏത്? എരിസാപ്പള്ളി. കൊല്ലവർഷമുള്ളത് ഏത്? മാമ്പള്ളി. പിന്നെ കലിവർഷ സൂചന ഉള്ളത് ഹജൂർ. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് മെയിനായിട്ട് UGCയുടെ ശാസന ഭാഗത്തു നിന്ന് വരുന്നത്. പിന്നെ ഇത് തുടങ്ങുന്നത് എങ്ങനെ? തുടങ്ങുന്നതിൽ ഒരെണ്ണം കൂടെയുണ്ട്, അത് ഞാൻ പറയാം. ഇത് തീർന്നിട്ടില്ല. തൃക്കുടിസ്ഥാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അടുത്ത വരുന്നത് ജൂതശാസനമാണ്. AD 1000. ജൂതശാസനം വരുന്നത് AD 1000-ലാണ്. ഭാസ്കര രവിവർമ്മൻ്റെ ചക്രവർത്തിയാണ് കേട്ടോ. ഭാസ്കര നേരത്തെ എഴുതിയ അതേ ഭാസ്കരൻ തന്നെയാണ്. ഭാസ്കര രവിവർമ്മ ചക്രവർത്തിയുടെ 38ാം ഭരണവർഷം. ഇത് ക്ഷേത്രവുമായിട്ട് ബന്ധമില്ല. ഇത്രയും ശാസനങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്ഷേത്ര ബന്ധപ്പെട്ട ശാസനങ്ങളൊക്കെയാണ് പഠിച്ചത്. ഇത് ക്ഷേത്രമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ശാസനമാണ്. ഈ പേര് പോലെ തന്നെ കണ്ടെത്തിയത് മട്ടാഞ്ചേരി, ചേന്നമംഗലം, പറവൂർ ആ ഭാഗങ്ങളിൽ നിന്നാണ്. മട്ടാഞ്ചേരി, ചേന്നമംഗലം, പറവൂർ അവിടെ നിന്നാണ് കണ്ടെത്തിയത്. ഇത് ജൂതനായിട്ടുള്ള ഔസേബ് റബ്ബാൻ, ജോസഫ് റബ്ബാന്, ഔസേപ്പ് റബ്ബാന് രണ്ടും ഒരാൾ തന്നെയാണ്. ജോസഫ് അല്ലെ ഔസേപ്പ്. ജോസഫ് റബ്ബാന് തലസ്ഥാനമായ മഹോദയപുരത്ത് വെച്ച് 72 സ്ഥാനമാനങ്ങളും ഉടമസ്ഥാവകാശങ്ങളൊക്കെ വരുന്നതാണ്. 72 സ്ഥാനമാനങ്ങളും ചരക്കിന് ചുങ്ക ഇളവും, ചുങ്കത്തിൻ്റെ ഇളവും നൽകുന്നു. ചരക്കിന് ചുങ്കം ഇളവും നൽകുന്ന ശാസനം. സ്വസ്തി ശ്രീ കോന്മേയ് കൊണ്ടാൻ തുടങ്ങുന്നത്. ഇവിടെ ഈ ശാസനം ജൂതശാസനം ഇതിനകത്ത് ചോദിക്കുന്നത് ജോസഫ് റബ്ബാൻ അല്ലെ ഔസേപ്പ് റബ്ബാൻ, രണ്ട് പേര് ഓർക്കണേ. ഇതിനകത്ത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സ്വസ്തി ശ്രീ കോന്മേയ് കൊണ്ടാൻ ശ്രീ പാർക്കരൻ ഇരവിവർമ്മൻ തിരുവടി പല നൂറായിരത്താണ്ടും ചെങ്കോൽ നടത്തിയ ആളാ നിന്റെ ആണ്ടുകൾ. ഇപ്പോൾ കഴിയും കേട്ടോ, 2 ശാസനം കൂടെ ഉള്ളേ. ചെങ്കോൽ നടത്തിയ ആളാ നിന്റെ ആണ്ടുകൾ. ഇതാണ് ജൂതശാസനം ആരംഭിക്കുന്നത്. സ്വസ്തി ശ്രീ കോന്മേയ് കൊണ്ടാൻ ശ്രീ പാർക്കരൻ ഇരവിവർമ്മൻ തിരുവടി പല 100,000 ചെങ്കോൽ നടത്തിയ ആളാ നിന്റെ ആണ്ടുകൾ എന്ന് ആരംഭിക്കുന്നു. അടുത്ത ശാസനം തിരുനെല്ലി ശാസനമാണ്. 1009. ഇത് ഇതിനകത്ത് വരും, കാലക്രമത്തിൽ വരും കേട്ടോ. ജൂതശാസനം കഴിഞ്ഞിട്ടേ തിരുനെല്ലി എഴുതാവുള്ളൂ. AD 1009. നേരത്തെ കണ്ട അതേ രാജാവ് തന്നെ, ഭാസ്കര രവിവർമ്മ 47ാം ഭരണവർഷം. 2 നാട്ടുകൂട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 500 5000. 500 5000 എന്ന് 2 നാട്ടുകൂട്ടങ്ങളെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. തിരുനെല്ലി സാധാരണയായിട്ട് കാലക്രമത്തിലാണ് കണ്ടുവരുന്നത്. കാലക്രമത്തിൽ തിരുനെല്ലി എവിടെ ചേർക്കണമെന്ന് ആൾക്കാർക്ക് അറിയില്ല. അതുപോലെ തൃക്കൊടിത്താനും കാലക്രമത്തിൽ ഇപ്പോൾ ഈ ഇടയായിട്ടൊക്കെ കാണുന്നുണ്ട്. ഈ ഭാസ്കര രവിവർമ്മൻ
ഇത് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ദേവകാര്യം മുടക്കുന്ന ഊരാളൻ ശിക്ഷയ്ക്ക് വിധേയനാകണം. ദേവകാര്യം മുടക്കുന്ന ഊരാളൻ ശിക്ഷയ്ക്ക് വിധേയനാവണം എന്ന രീതിയിലാണ് ഈ ഒരു ശാസനം വരുന്നത്. ദേവകാര്യം മുടക്കുന്ന ഊരാളൻ ശിക്ഷയ്ക്ക് വിധേയനാകണം. അടുത്തത് തിരുവമ്പാടി ശാസനമാണ്. തിരുവമ്പാടി ശാസനം AD 1196. AD 1196 തിരുവമ്പാടി, അതാണ് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ശാസനം. 1196 തിരുവമ്പാടി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോശാല കൃഷ്ണക്ഷേത്രത്തിൻ്റെ തെക്കേ ചുമരിൽ കൊത്തിയിട്ടുള്ളതാണ് ഈ ശാസനം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോശാല കൃഷ്ണക്ഷേത്രത്തിൻ്റെ തെക്കേ ചുമരിൽ കൊത്തിയിട്ടുള്ളതാണ് ഈ ശാസനം. സ്വസ്തി ശ്രീ എന്നുള്ള മംഗള ആശംസയോടെയാണ് സംസ്കൃത ശ്ലോകം ആരംഭിക്കുന്നത്. സ്വസ്തി ശ്രീ. കടപ്പയാതി രീതി അനുസരിച്ചിട്ടാണ് കാലം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കടപ്പയാതി രീതി അനുസരിച്ചിട്ടാണ്, അത് മലയാള അക്ഷരങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ കടപ്പയാതി രീതി എന്ന് പറയുന്നത്. അങ്ങനെയാണ് കാലം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മാർത്താണ്ഡ എന്ന് കിട്ടും. അപ്പോൾ മാർത്താണ്ഡ എന്നത് കൊല്ലവർഷം 365 ധനുമാസത്തെ കുറിക്കുന്നതാണെന്ന്. അപ്പോൾ അങ്ങനെ കടപ്പയാതി വെച്ച് നോക്കുമ്പം മാർത്താണ്ഡ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കൊല്ലവർഷം 365 ധനുമാസത്തെയാണ് കുറിക്കുന്നതെന്ന് പ്രൊഫസർ സുന്ദരം പിള്ള അഭിപ്രായപ്പെട്ടെന്ന് പിന്നെ TA ഗോപിനാഥറാവു രേഖപ്പെടുത്തുന്നുണ്ട്. കടപ്പയാതി അനുസരിച്ചിട്ടൊരു വാക്ക് കിട്ടി, അതാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡ. അത് പിന്നെ കൊല്ലവർഷം 365 ധനുമാസത്തെ കുറിക്കുന്നെന്ന് പ്രൊഫസർ സുന്ദരം പിള്ള പറഞ്ഞതായിട്ട് ആര് രേഖപ്പെടുത്തി? ഗോപിനാഥറാവു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആദിത്യരാമൻ എന്നയാൾ തിരുവമ്പാടി കൃഷ്ണന് കൊട്ടാൻ വേണ്ടി വെള്ളിയിലൊരു മദ്ദളം ദാനമായി നൽകുന്നതാണ് ശാസനം പറയുന്നത്. ആദിത്യരാമൻ എന്നൊരാൾ തിരുവമ്പാടി കൃഷ്ണനെ കൊട്ടാൻ വെള്ളിയിൽ നിർമ്മിച്ച ഒരു ചെറിയ മദ്ദളം ദാനമായിട്ട് നൽകുന്നു എന്നാണ് ശാസനം പറയുന്നത്. ഇത്രയുമാണ്. എഴുതിയോ? അപ്പം ഈ ഒരു മദ്ദളം കൊടുക്കുന്ന വരെയുള്ളതാണ് എന്ത് ശാസനങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ള ശാസനങ്ങളെല്ലാം ആയി. വർഷങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ എത്ര പേജുണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം കൂടെ എത്ര പേജായി? 3 പേജൊക്കെ അല്ലേ വന്നിട്ടുള്ളൂ. ഒരു കാര്യം കൂടെ എഴുതി വെക്കണം. അതുകൊണ്ടാണ്. എത്ര പേജുണ്ട്? ശാസനം കഴിഞ്ഞു കേട്ടോ. ഇത്രയാണ് ശാസനം. ഇത് ഇന്ന് തന്നെ പഠിക്കണം. എത്ര പേജുണ്ടെന്ന് ടൈപ്പ് ചെയ്തേ. ഹരിശ്രീ ഗണപതായ നമ എന്ന് തുടങ്ങുന്ന ശാസനം ഏതെന്നുള്ള ചോദ്യമുണ്ട്. ഹരിശ്രീ ഗണപതായ നമ വീരരാഘവ പട്ടയമാണ്. അതും കൂടെ കാലക്രമത്തിൽ എഴുതരുത്. കാലം അറിയത്തില്ലാത്തതുകൊണ്ട് വേറെ ആയിട്ട് എഴുതി വയ്ക്കുക. ക്വസ്റ്റ്യനാണ് UGCയുടെ. ഹരിശ്രീ ഗണപതായ നമഃ, അത് വീരരാഘവ പട്ടയം. ഓക്കെ, എത്ര പേജായി? ആരും ഒന്നും പറയുന്നില്ലല്ലോ. 4 ആയി. ഓക്കെ, അപ്പം അത് വലുതാക്കി എഴുതിയോണ്ടൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. 5 ആയി. ഓക്കെ, 5 പേജൊക്കെ പഠിക്കാമല്ലോ ഒരു ദിവസം. പിന്നെ നമുക്കൊരു 10 പേജൊക്കെ എഴുതാം. മെല്ലെ പഠിച്ച് പോവാം കേട്ടോ. ഇന്നത്തെ കൃത്യമായിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കൃത്യമുള്ളൂ. 1 മണിക്കൂർ കൃത്യവും പിന്നെ ഇച്ചിരി ഞാൻ ഇടയ്ക്കൊക്കെ കയറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു 6 മിനിറ്റ് കൂടി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് പഠിക്കാനുള്ള 1 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ളതേ ഉള്ളൂ. 5-6 പേജേ ഉള്ളൂ. എന്ത് ചെയ്യുക? ഇന്നും നാളെയും കൊണ്ട് പഠിച്ച് തീർക്കുക.